ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ദ പർപ്പസ് ഓഫ് അവർ ലൈഫ് ഈസ് ടു ബി ഹാപ്പി. ദലൈലാമയുടെ കോട്ടാണ്. ശരിയാണല്ലേ? നമ്മുടെ ലൈഫിന്റെ പർപ്പസ് എന്താ? നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇഗ്നോർ ചെയ്ത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡയബറ്റിക് ഡയറ്റ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഡയബറ്റിക് മെലിറ്റസിന്റെ വീഡിയോയിൽ നമ്മൾ പ്രോപ്പറായിട്ടൊരു ഡയബറ്റിക് ഡയറ്റ് ഫോളോ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഡേ മെനു പോലെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത്, നമ്മൾ അപ്പോഴും ഉറക്കം എഴുന്നേറ്റാൽ നമ്മൾ എന്ത് ചെയ്യുക? ചായയോ കാപ്പിയോ പാലോ ഒക്കെ കുടിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ചായ കുടിക്കുന്നവർക്ക് ചായ കുടിക്കാം, കട്ടൻ ചായ കുടിക്കുന്നവർക്ക് അങ്ങനെ കുടിക്കാം, കട്ടൻ കാപ്പി കുടിക്കുന്നവർക്ക് അങ്ങനെ കുടിക്കാം, പാല് കുടിക്കുന്നവർക്ക് അങ്ങനെ കുടിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? മധുരം ഇടാതെ ഒരു തരത്തിലുള്ള ഷുഗറും ആഡ് ചെയ്യാതെ നമുക്ക് പാലൊഴിച്ച ചായയോ നമ്മൾ എന്താണോ റുട്ടീനായിട്ട് കുടിക്കുന്നത് അത് നമുക്ക് കുടിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഷുഗർ ഫ്രീ ഫൈബർ ബിസ്ക്കറ്റ്സ് അത് വേണമെങ്കിൽ ഒരു 2 എണ്ണം ഇതിൻ്റെ കൂടെ കഴിക്കാം. ഇനി അത് കഴിക്കാൻ ഇഷ്ടമില്ല, ചായ മാത്രം മതി എന്നുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 8, 8:30, 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കടക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ യൂഷ്വലി വീട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കാറ്? ദോശ, അപ്പം, ഇഡ്ഡലി, ഉപ്പുമാവ്, പുട്ട്, ഇതൊക്കെയല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ ദോശയാണെങ്കിൽ ഒരു 2 ദോശ, യൂഷ്വലി 4 ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ 2 ദോശ, 2 ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിന് 1 ദോശയാക്കുക. അതുപോലെ അപ്പം ആണെങ്കിൽ അതേ അളവ്, പുട്ടാണെങ്കിൽ ഒരു 1/4 ചില്ലി പുട്ടെടുക്കുക. പുട്ടിൻ്റെ കൂടെ പഴം കോമ്പിനേഷൻ വരുത്താതെ പുട്ടും കടലക്കറി, ഒരു 1/4 കുറ്റി പുട്ടാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് കടലക്കറി ഈക്വലൻ്റ് ആയിട്ട് എടുക്കുക, അത് കഴിക്കുക. ഇനി അതിൻ്റെ കൂടെ അത് ഇപ്പം അപ്പമാണ് എടുക്കുന്നതെങ്കിൽ അപ്പവും കടലക്കറി എടുക്കാം, അല്ലെങ്കിൽ അപ്പവും മുട്ടക്കറി എടുത്തിട്ട് ഫുൾ എഗ്ഗ് നമുക്ക് അതുപോലെ തന്നെ കഴിക്കാവുന്നതാണ്. ഇനി അതല്ല നമ്മൾ ദോശയാണെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടി ഇട്ട് വെച്ച മിക്സഡ് വെജ് സാമ്പാർ ഉണ്ടല്ലോ, സാമ്പാർ അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ ഇഡ്ഡലി സാമ്പാറും കഴിക്കാം, ദോശയും ചമ്മന്തിയും കഴിക്കാം, പിന്നെ ചപ്പാത്തിയും വെജ് കുറുമയും കഴിക്കാം, ഉപ്പുമാവും വെജിറ്റബിൾ കറിയും കഴിക്കാം, അങ്ങനെ കഴിക്കാം. പക്ഷെ ക്വാണ്ടിറ്റി നമ്മൾ മിനിമൽ ആക്കി വെക്കുക. ഇനി നമ്മൾ ഈ ക്വാണ്ടിറ്റി നമ്മൾ മുന്നേ കഴിക്കുന്നതിൽ നിന്ന് കുറച്ചല്ലോ, അപ്പം നമ്മുടെ വിശപ്പ് അടങ്ങണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ക്യുക്കുംബർ എടുത്തിട്ട് ക്യുക്കുംബർ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക, ഒരു 1/4 ഭാഗം തക്കാളി എടുത്ത് കട്ട് ചെയ്യുക, 1/4 ഭാഗം ഒണിയൻ കട്ട് ചെയ്യുക, എന്നിട്ടൊരു ചെറിയ സാലഡ് പോലെ ഉണ്ടാക്കി ഇച്ചിരി നാരങ്ങ നീര് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അത് ഒരു കുഞ്ഞു പോർഷൻ സാലഡ് പോലെ അതും കഴിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ മുട്ടക്കറി ഒന്നും അല്ല കഴിക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫുൾ എഗ്ഗും ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഇത്രയാകുമ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ക്ലോസ്. നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ്, എക്സ്ട്രാ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്കൊരു ബ്രഞ്ച് പോലെ ഉണ്ടല്ലേ. അപ്പോൾ ഈ രാവിലെ ഇത്രയും കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സാലഡ് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ബ്രഞ്ചിൻ്റെ സമയത്ത് എന്ത് ചെയ്യാം? സാലഡ്സ് കഴിക്കാം. അതല്ല, സാലഡ്സ് അന്നേരം കഴിക്കാൻ താല്പര്യമില്ല, സാലഡ്സ് രാവിലെ തന്നെ കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കഴിക്കാം. എന്നിട്ട് പകരം എന്ത് ചെയ്യുക? ഒരു 2 എഗ് വൈറ്റ് നമുക്ക് ഈ ബ്രഞ്ചിൻ്റെ സമയത്ത് കഴിക്കാം. അതായത് നമ്മളൊരു 8 മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നുകിൽ 2 എഗ് വൈറ്റോ അതല്ലെങ്കിൽ ഒരു ചെറിയ പോർഷൻ സാലഡോ അല്ലെങ്കിൽ ഒരു 2 ഫൈബർ ബിസ്ക്കറ്റോ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് ലഞ്ചിലേക്ക് വരാം. ലഞ്ചിലേക്ക് വരുമ്പോൾ കൂടുതൽ ആൾക്കാരും ചോറ് തന്നെ ആയിരിക്കും കഴിക്കുന്നത്. ഇപ്പം നമ്മൾ ചോറും ചപ്പാത്തി എടുക്കുവാണെങ്കിൽ രണ്ടിലും സെയിം കലോറി വാല്യൂ ആണെങ്കിലും ചപ്പാത്തിയുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബ്ലഡ് ഷുഗർ കൂടും. ചപ്പാത്തി ആണെങ്കിൽ സ്ലോ അബ്സോർപ്ഷൻ നടന്ന് പതുക്കെ പതുക്കെ കൂടത്തുള്ളൂ. അപ്പം നമുക്ക് ചോറ് കഴിക്കുന്നവരാണെങ്കിൽ ചോറ് കഴിക്കാം. ചോറ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വൈറ്റ് റൈസ്, പോളിഷ്ഡ് റൈസ് കഴിക്കാതെ മട്ടയരി, നെല്ലുകുത്തി അരിയില്ലേ, അതിൻ്റെ ആ മട്ടയരി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ചെറിയ കപ്പ് മട്ടയരി കഴിക്കാം. മുമ്പ് 2 കപ്പ് കഴിച്ചുകൊണ്ടിരുന്നവർ 1 കപ്പാക്കുക, 1 കപ്പ് കഴിച്ചുകൊണ്ടിരുന്നവർ 1/2 കപ്പാക്കുക, 1/2 കപ്പ് കഴിച്ചുകൊണ്ടിരുന്നവർ കുറയ്ക്കേണ്ട, അത്രയും തന്നെ കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ധാരാളമായിട്ട് ഇലക്കറികൾ കഴിക്കാം. ഇപ്പം ചീര തോരൻ വെച്ചതോ മുരിങ്ങയില തോരൻ വെച്ചതോ മുരിങ്ങപ്പൂ തോരൻ വെച്ചതോ അങ്ങനെ വെജിറ്റബിൾസ് ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ്. ഒരുപാട് എണ്ണയിലിട്ട് മെഴുക്ക് പുരട്ടാതെ കുറച്ച് എണ്ണ ഒഴിച്ച് മെഴുക്ക് പുരട്ടിയതോ അല്ലെങ്കിൽ ഇച്ചിരി തേങ്ങയിട്ട് തോരനൊക്കെ ഉണ്ടാക്കിയതോ ഒക്കെ കഴിക്കാം. അവിയൽ കഴിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ക്യുക്കുംബറും ചെറിയ പോർഷൻ കുറച്ച് ക്യാരറ്റും കുറച്ച് ടൊമാറ്റോയും ഒനിയനും എല്ലാം കൊണ്ടൊരു ചെറിയ സാലഡ് ഉണ്ടാക്കി അങ്ങനെയും കഴിക്കാവുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ നമുക്കൊരു പോർഷൻ പ്രോട്ടീൻ കഴിക്കണം. നമുക്ക് ചെറുപയർ കറിയോ കടലക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ പോർഷൻ പ്രോട്ടീനും കൂടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് യോഗേർട്ട്, തൈരോ മോരോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇതിനോടെ കഴിക്കാവുന്നതാണ്. ഇതൊക്കെ കാൽഷ്യത്തിൻ്റെ സോഴ്സാണ്. ഇനി അത് കഴിഞ്ഞു, നമ്മുടെ ലഞ്ച് കഴിഞ്ഞു. ഇനി ചോറ് കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ 1 2 ചപ്പാത്തി കഴിക്കാം ചോറിന് ഇൻസ്റ്റഡ് ആയിട്ട്. പകരം വെജിറ്റബിൾ കറിയോ തോരനോ മെഴുക്ക് പുരട്ടിയോ
അതുപോലെ ഫിഷ് കറി വേണമെങ്കിൽ ഫിഷ് കറി കൂട്ടാം. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ മിക്കവാറും ചോറും മീൻകറി, തോരൻ, മോര് ഇതൊക്കെയാണല്ലോ. അപ്പോൾ മീൻകറി കഴിക്കാം. പക്ഷെ മീൻ വറുത്തത്, ഫ്രൈഡ് ഐറ്റംസ് എല്ലാം അവോയ്ഡ് ചെയ്യണം എന്നല്ല, മാക്സിമം കുറയ്ക്കുക. കഴിക്കാൻ ഇച്ചിരി ആഗ്രഹം തോന്നുമ്പോൾ കഴിക്കാൻ നല്ലത്. എല്ലാ ദിവസവും വറുത്ത മീൻ കഴിക്കാതിരിക്കുക. കറി വെച്ച മീൻ കഴിക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ ചോറായി, മീൻകറിയായി, തോരനായി, തൈരായി, മോരായി, എല്ലാം ആയി. ഇത് ഇത്രയും സാധനങ്ങൾ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം കഴിക്കാവുന്നതാണ്. ഈവനിങ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെറുപയർ മുളപ്പിച്ചത്, അല്ലെങ്കിൽ കടല പുഴുങ്ങിയിട്ട് അത്, അല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ പീസ് ഒക്കെ പുഴുങ്ങിയിട്ട്, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെയോ ഗ്രീൻ ടീയുടെ കൂടെയോ ഒക്കെ ഈവനിങ്ങിൽ, അതായത് ലഞ്ചിനും ഡിന്നറിനും ഇടയ്ക്ക് ഒരു സ്നാക്സ് പോലെ കഴിക്കാവുന്നതാണ്. ഡിന്നർ മസ്റ്റ് ആയിട്ട് 8 മണിക്ക് മുമ്പ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കണം. ആ സമയത്ത് നമുക്ക് ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി കഴിക്കാം. അതല്ല, ചപ്പാത്തി കഴിക്കുമ്പോൾ നമ്മൾ ഈ വീറ്റ് എടുക്കുമ്പോൾ ഹോൾ ഗ്രെയിൻ വീറ്റ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. റിഫൈൻഡ് അല്ല, ഹോൾ ഗ്രെയിൻ ആണ് നമുക്ക് എപ്പോഴും ഫൈബർ കണ്ടൻസ് ഒക്കെ കൂടുതലായിട്ട് തരുന്നത്. അതുപോലെ ഹോൾ ഗ്രെയിൻ ഓട്സ് കഴിക്കുന്നവർക്ക് ഹോൾ ഗ്രെയിൻ ഓട്സ് കഴിക്കാം, പോളിഷ്ഡ് അല്ലാത്ത. അതുപോലെ തന്നെ കഞ്ഞി കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ കഞ്ഞി ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ ഫസ്റ്റ് വെള്ളമില്ലേ കട്ടിയുള്ള, അത് കളഞ്ഞിട്ട് അല്ലാത്ത കുറച്ച് വെള്ളത്തിൽ ചൂടാക്കിയിട്ട് ആ കഞ്ഞി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇടനേരത്ത്, നമ്മൾ വൈകുന്നേരത്തെ സ്നാക്സ് കഴിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഫ്രൂട്ട്സ് കഴിക്കാം. അപ്പം ഈ നമ്മൾ ഫ്രൂട്ട്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല, ഷുഗർ പേഷ്യൻസ് ഫ്രൂട്ട്സ് കഴിച്ചാൽ കൂടും എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. എന്ത് കഴിക്കുന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റഡ് അളവിൽ കഴിക്കണമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലുള്ളതാണ് മാമ്പഴം, വാട്ടർമെലൺ ഒക്കെ. അപ്പൊ അതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് ക്വാണ്ടിറ്റിയിൽ, അതായത് ഇപ്പം നമുക്ക് മാങ്ങാ സീസൺ ആണെങ്കിൽ നമുക്ക് മാങ്ങയുടെ ഒരു വലിയ പീസ് എടുത്തിട്ട് ആ ഒരു പീസ് ഒരു ദിവസം കഴിക്കാം. അതുപോലെ ചെറുപഴം ആണെങ്കിൽ 2 ചെറുപഴം കഴിക്കാം. ആപ്പിൾ ആണെങ്കിൽ ഒരെണ്ണം കഴിക്കാം. അങ്ങനെ മിതമായ അളവിൽ കഴിക്കുക. അപ്പൊ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലായി. ഇനി നമ്മൾ കഴിക്കാൻ തീരെ പാടില്ലാത്ത സാധനങ്ങളാണ്. കൺട്രോൾ ചെയ്ത് കഴിക്കേണ്ടതിൽ ഫ്രൈഡ് ഐറ്റംസ് പറഞ്ഞല്ലോ, നമ്മുടെ മീൻ വറുത്തത്, അതൊക്കെ. എന്നാൽ ഇനി തീരെ കഴിക്കാൻ പാടില്ലാത്ത സാധനമാണ് മൈദ, അതായത് നമ്മുടെ ബ്രെഡ്. നമ്മുടെ ഹോൾ ഗ്രെയിൻ ബ്രെഡ് ആണെങ്കിൽ പിന്നും കുഴപ്പമില്ല, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അത് കഴിക്കുന്നതിൽ തെറ്റില്ല. അല്ലാതെ നമ്മുടെ ബേക്കറി സാധനങ്ങളില്ലേ, പപ്സ്, അതുപോലത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. നമ്മുടെ ഷുഗർ അടങ്ങിയ ബിസ്ക്കറ്റ്സ്, ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, ഒരു തരത്തിലുള്ള ഷുഗർ അഡിക്റ്റീവ്സ്, പിന്നെ ജാഗറി, ഹണി, ഇതൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. അതൊഴികെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കഴിക്കാം. കഴിക്കുന്നത് മിതമായ അളവിൽ വേണമെന്നേ ഉള്ളൂ. ഇനി നമ്മൾ മെഡിക്കേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല, നമ്മളോട് ഡോക്ടർ ഡയറ്റും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഷുഗർ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്യാം. അതായത് നമ്മളൊരു ചാർട്ട് ഉണ്ടാക്കുക. അതിനകത്ത് നമ്മൾ ഒരു ഷുഗർ മെഷീൻ വാങ്ങിയിട്ട് ഫാസ്റ്റിങ്ങിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ എത്രയാണെന്ന് എഴുതുക. നമ്മൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 2 അവർ കഴിഞ്ഞിട്ട് എത്രയാണെന്ന് എഴുതുക. ലഞ്ച് കഴിച്ച് 2 അവർ കഴിഞ്ഞിട്ട് എത്രയാണെന്ന് എഴുതുക. ഡിന്നർ കഴിഞ്ഞ് 2 അവർ കഴിഞ്ഞിട്ട് എത്രയാണെന്ന് എഴുതുക. ഈ ഓരോ സമയം നമ്മൾ കഴിച്ച ഫുഡുകളും എഴുതുക. ഇത് എഴുതി നമ്മൾ ഒരാഴ്ചയാകുമ്പോൾ നമുക്കറിയാം നമ്മൾ ഏതൊക്കെ ഫുഡ് കഴിച്ചപ്പോഴാണ് നമ്മുടെ ബ്ലഡ് ഷുഗർ കൂടിയിട്ടുള്ളത്. നമ്മുടെ ആക്ടിവിറ്റി ലെവൽ നമ്മൾ മോണിറ്റർ ചെയ്യണം. ഇന്ന ദിവസം ഞാൻ ഇത്ര ആക്ടിവിറ്റി ചെയ്തു എന്നുള്ളതും ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഷുഗർ കൂടിയ സമയത്ത് നമ്മൾ കഴിച്ച ഫുഡൊക്കെ എന്ത് ചെയ്യുക? സ്വിച്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഫുഡിന്റെ പോർഷൻസ് വീണ്ടും ഹാഫ് ആക്കിയിട്ട് അടുത്ത ആഴ്ച കൺട്രോൾ ചെയ്ത് അങ്ങനെ ചെക്ക് ചെയ്യുക. അപ്പൊ അടുത്ത ആഴ്ച വീണ്ടും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അപ്പൊ ആ ഫുഡ് നമ്മളെ ഷുഗറിനെ ട്രിഗർ ചെയ്യുന്നു എന്ന്. അതല്ല, എന്നിട്ട് നമ്മുടെ ഹൈ ആണെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി ലെവൽ നോക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഫുഡ് ചോയ്സസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊരു ഹെൽത്തി ഡയറ്റ് നമുക്ക് തന്നെ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഫുഡ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ഷുഗർ പേഷ്യൻസ് ഒക്കെ ഡയറ്റ് ഒക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.